ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ ഡിവിസിബിലിറ്റി മുഖാന്തരം ചോദിച്ചതാകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ എന്ത് ചെയ്യുക, നമുക്ക് കണ്ടെത്തണം, അതിനെ ചെയ്തു നോക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്തേക്ക് ഒരു 15 ആകുന്ന ക്വസ്റ്റ്യൻസിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 15 ചോദ്യത്തിനകത്തൂടെ ഡിവിസിബിലിറ്റിയിലെ പലതാകുന്ന വകഭേദങ്ങളാകുന്ന ചോദ്യങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി എന്താണ് ഡിവിസിബിലിറ്റി എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിരിക്കാം, ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെയാണ്. അപ്പൊ അത് കൃത്യമാകുന്ന രീതിയിൽ നിങ്ങൾ കയറി കാണണം. നിങ്ങൾ കൃത്യമാകുന്ന രീതിയിൽ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകണം. എന്തെങ്കിലും ആകുന്ന ഡൗട്ടുകൾ ഉണ്ട് എന്ന് വരികിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്താണോ ചെയ്യുക അത് തന്നെ ചെയ്താൽ മതി. എന്താ നിങ്ങൾ ചെയ്യുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ആകുന്ന ചാനലിനകത്തുള്ള ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ വകഭേദങ്ങളും അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഓരോ ചോദ്യങ്ങളെ നോക്കാം. മക്കളെ, നമ്മുടെ ഒന്നാമത്തേതാകുന്ന ചോദ്യം ശ്രദ്ധിച്ചേടാ. ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, എടാ 2 3 1 2 2 8 എന്ന് പറയുന്ന സംഖ്യയോടൊപ്പം ഏതാകുന്ന സംഖ്യ, അതും ഏറ്റവും ചെറുതാകുന്ന ഏതാകുന്ന സംഖ്യ കൂട്ടിയാലാണ് നമുക്ക് ഇവൻ ഡിവിസിബിൾ ബൈ 33 ആകുന്ന കണ്ടീഷനിലേക്ക് മാറുക. ഓക്കെ ആണോ മക്കളെ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ ഡിവിസിബിലിറ്റി ബൈ 33 എന്നുള്ളതല്ലേ നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? ആണ്. എടാ, ഈ 33 എന്ന് പറയുന്നത് വലുതാകുന്ന ഒരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇവന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഡയറക്ട്ലി ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ 33 ആകുന്ന സംഖ്യയെ 2 കോപ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആക്കി മാറ്റും. എന്താ ഞാൻ പറഞ്ഞത്? 2 കോപ്രൈം ആകുന്ന നമ്പറുകളുടെ എന്താക്കി മാറ്റും, പ്രോഡക്റ്റ് ആക്കി മാറ്റും. അവിടെ കോപ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ എന്താകും, 3 × 11 എന്നായി മാറും. 3 × 11 എത്ര മക്കളെ? 33 അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3യുടെ ഡിവിസിബിലിറ്റി ഈ തന്നിട്ടുള്ള സംഖ്യയിൽ എന്ത് വരുമെന്ന് ചെക്ക് ചെയ്യാം. 11 ആകുന്ന ആളിന്റെ ഡിവിസിബിലിറ്റി ഈ സംഖ്യയിൽ എന്ത് വരുമെന്ന് ചെക്ക് ചെയ്യാം. അതിനനുസരിച്ച് ഇതിന്റെ കൂടെ ആരെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നിർണ്ണയിക്കാം. ഇനി എന്താ ചെയ്യുന്നത് നോക്കിക്കോണേ. എടാ, ആ സംഖ്യ ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. 2 3 1 2 2 8. ഇതല്ലേ മക്കളെ സംഖ്യ? ആണ്. ഇവിടെ ഏതാകുന്ന ഡിവിസിബിലിറ്റി വേണം ആദ്യം ചെക്ക് ചെയ്യാൻ. സ്വാഭാവികമായും അത് എൻ്റെ പ്രാക്ടീസിലൂടെ എനിക്ക് തരുന്നതാകുന്ന ഒരു അറിവാണ്. ശരിയല്ലേ? ഈ ചോദ്യം കാണുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആദ്യം ഡിവിസിബിലിറ്റി ബൈ 3 ചെക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അത് കഴിഞ്ഞ് നിങ്ങൾ ഡിവിസിബിലിറ്റി ബൈ 11 വന്നാൽ മതി. മക്കളെ, ഡിവിസിബിലിറ്റി ബൈ 3 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? സം എടുത്താൽ മതി. ഡിജിറ്റ്സുകളുടെ സം എടുക്കുമ്പോൾ നമുക്കൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ആകുന്ന സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചാൽ തന്നിട്ടുള്ളതാകുന്ന സംഖ്യ ഡിവിസിബിൾ ബൈ 3 ആ. ഇവിടെ ആരാകുന്ന ആളിനെയാണോ ആഡ് ചെയ്യേണ്ടത് എന്നല്ല ചോദിക്കുന്നത്, ആരാകുന്ന ആളിനെ ആഡ് ചെയ്യേണ്ടതെന്നല്ല ചോദിക്കുന്നത്. അങ്ങനെയാകുന്ന ആഡ് ചെയ്യേണ്ട ആളിനെ അറിയാൻ മൾട്ടിപ്പിൾ ഓഫ് 3 ആകുന്ന ആൾ ആരാണ് ഇനി അവിടെ ആഡ് ചെയ്താൽ കിട്ടേണ്ടത്, അവിടെ ആരെ ആഡ് ചെയ്താലാണ് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടുന്നത് എന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സം ഓഫ് ഡിജിറ്റ്സ് ആകുന്ന ആളിനെ നോക്കാം. എടാ, 2 + 3 5, 5 + 1 6, 6 + 2 8, 8 + 2 എത്ര വരും? 10, 10 + 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 18 എന്ന് വരും. മൊത്തമാകുന്ന സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് എന്ത് കിട്ടി? 18. ഇനി ഈ ചോദ്യം നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഓൾറെഡി 18 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആ. ശരിയല്ലേ? ഇനി നമുക്കറിയാം, ഒരു മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ അടുത്തതാകുന്ന മൾട്ടിപ്പിൾ ഓഫ് 3യിലേക്ക് എത്താൻ എത്ര വീതമാ കൂട്ടണ്ടേ? 3 കൂട്ടാം. ആ 3 കൂട്ടുന്നതിന് പകരം വേണമെങ്കിൽ 6 കൂട്ടാം. അത് കഴിഞ്ഞാൽ എത്രയാ? 9 കൂട്ടാം, 12 കൂട്ടാം. ഇങ്ങനെയേ കൂടി കൂടി പോകുള്ളൂ. ഒരു മൾട്ടിപ്പിൾ ഓഫ് 3യിൽ നിന്ന് അടുത്ത മൾട്ടിപ്പിൾ ഓഫ് 3യിലേക്ക് എത്താൻ 3 6 9 12 എന്നിങ്ങനെയാകുന്ന സംഖ്യകൾ മാത്രമേ കൂട്ടാൻ സാധിക്കൂ. ശരിയല്ലേ? ഇനി ഇവിടെ ഡിവിസിബിലിറ്റി ഓഫ് 11 ചെക്ക് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ വേണ്ട. കാര്യം എന്താ, നമുക്ക് ഇങ്ങനെയാകുന്ന ഒരു അസംഷനിലേക്ക് എത്തിയതിനു ശേഷം നമ്മുടെ ഓപ്ഷൻസുകളെ ഒന്ന് നിരീക്ഷിക്കാം. നിരീക്ഷിക്കുന്ന സമയത്ത് 3 6 9 12 ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ആകുന്ന 2 സംഖ്യകൾ ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 2-ലധികമാകുന്ന സംഖ്യകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പെട്ടേനെ. പക്ഷേ ഇവിടെ കൂട്ടത്തിൽ ഒരേ ഒരു സംഖ്യ മാത്രമേ കാണാനുള്ളൂ. ശരിയല്ലേ? ഈ 4 കൂട്ടിയാൽ അടുത്തൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ഇനി കിട്ടുമോ ഇവന്റെ കൂടെ? ഇല്ല. 2 കൂട്ടിയാൽ കിട്ടില്ല, 1 കൂട്ടിയാൽ കിട്ടില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരാൾ മാത്രമേ എവിടെയുള്ളൂ? 3 ആകുന്ന രീതിയിൽ, 3യുടെ മൾട്ടിപ്പിൾ ആകുന്ന രീതിയിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതായത് 3 കൂട്ടുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഓട്ടോമാറ്റിക്കലി ഡിവിസിബിലിറ്റി ബൈ 11 ചെക്ക് ചെയ്യേണ്ടതുണ്ടോ? ചോദ്യപ്രകാരം ഓട്ടോമാറ്റിക്കലി 3 കൊണ്ട് പറ്റുന്ന ഒരാളെ ഓപ്ഷനിൽ ഉള്ളൂ എന്നാണെങ്കിൽ അതേ ആളിനെ വെച്ച് കൂട്ടിയാൽ മാത്രമേ 11 കൊണ്ടും സെറ്റ് ആകൂ എന്ന് നമുക്ക് ലോജിക്കലി ചിന്തിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വായു. അടുത്തതാകുന്ന ചോദ്യത്തിനകത്ത് എന്താ മക്കളെ പറയുന്നത്? ശ്രദ്ധിച്ച് വായിച്ചേടാ. 2
7 6 എക്സ് അത് കഴിഞ്ഞ് ആരാ മക്കളെ കിടക്കുന്നത് 1. ഈ ഒരു സംഖ്യ ഡിവിസിബിൾ ബൈ 3 ആണെന്നാ പറയുന്നത്. ഇവൻ ആരാന്നാ പറയുന്നത്? ഡിവിസിബിൾ ബൈ 3 ആ. അപ്പോ തന്നിട്ടുള്ളതാകുന്ന ഈ സംഖ്യ ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് കിടക്കുന്നവന്റെ വാല്യൂകൾ ഏതൊക്കെയാകുന്ന പോസിബിലിറ്റിയിൽ വരാം? ആ പോസിബിലിറ്റികളാകുന്ന ആളിന്റെ സം എന്താണ്? എത്ര സാധ്യതകളുണ്ട്? സം ഓഫ് പോസിബിൾ വാല്യൂസ്. ആ സാധ്യതകളുടെ സമ്മ് വേണം. ഇനി എക്സ് എന്ന് പറയുന്നത് ആരാണെന്ന് ഇനി ചോദ്യമില്ലല്ലോ മക്കളെ. എക്സ് എന്ന് പറയുന്നത് ഒരു 1 ഡിജിറ്റ് മാത്രമുള്ളതാകുന്ന ഒരു സംഖ്യ, ഒരു 1 ഡിജിറ്റ് മാത്രമുള്ളതാകുന്ന ഒരു സംഖ്യ. അതായത് എക്സിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 0 വരാം, അല്ലെങ്കിൽ 0 മുതലുള്ള 9 വരെയുള്ളതാകുന്ന സംഖ്യകളിൽ ആര് വേണമെങ്കിലും വരാം. ശരിയല്ലേ? ഇനി നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് നോക്കാം. എന്താ നോക്കേടാ? 7 2 9 6 15. ഇനി ഇതാ ഈ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 16. 16 പ്ലസ് എക്സ് എന്നാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ എക്സ് ആകുന്ന ആളിന്റെ മൂല്യം കൂടി കൂട്ടുമ്പോ നമുക്ക് ഈ മൊത്തമാകുന്ന സംഖ്യ ഒരു മൾട്ടിപ്പിൾ ഓഫ് 3യിലേക്ക് എത്തണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നുകിൽ എക്സിന്റെ കൂടെ 2 കൂട്ടാം. ശരിയല്ലേ? എക്സ് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണ്, 2 ഡിജിറ്റ് നമ്പർ പറ്റില്ല, 1 ഡിജിറ്റ് മാത്രമേ അല്ലേ ഉള്ളൂ ആണ്. അപ്പോ 16ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര മക്കളെ വരുന്നത്? 18 ആണ് വരിക. ശരിയല്ലേ? ഇനി നോക്കേ, ഈ 2ന്റെ കൂടെ ഒരു 3, അതായത് മൊത്തത്തിൽ ഈ 16ന്റെ കൂടെ ഒരു 5 കൂട്ടിയാൽ എത്ര വരും മക്കളെ? 21 പോസിബിലിറ്റിയാ. അതുപോലെ 5 കഴിഞ്ഞ് ഒരു 8 കൂട്ടി നോക്കേ. 16ഉം 8ഉം എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 24. ഇനി 8ന്റെ കൂടെ ഒരു 3 കൂട്ടിയാ വരുന്നത് 11. 11 ഒരു 2 ഡിജിറ്റ് നമ്പറാ. എക്സ് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 11 എന്തായാലും എടുക്കേണ്ടി വരില്ല എന്നുറപ്പാ. ഇനി പറ, പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആരൊക്കെയാ? താണ്ട് 2 വരാൻ സാധ്യതയുണ്ട്, 5 വരാൻ സാധ്യതയുണ്ട്, 8 വരാൻ സാധ്യതയുണ്ട്. അവര് ചോദിക്കുന്നത് സം ഓഫ് പോസിബിൾ വാല്യൂസ് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? 2 പ്ലസ് 5 പ്ലസ് 8. അതായത് പോസിബിൾ ആകുന്ന വാല്യൂസ് എക്സിന് 2, 5, 8 മാത്രമാണ്. എങ്കിൽ ഇവന്മാരുടെ സം എത്രയാണ് മക്കളെ? 8, 5, 13, 2 എത്ര വരൂടാ? 15. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 15 എന്നാകും വരിക. ഡൗട്ട് ഇല്ലേ? കൃത്യമാകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് അതിനെ അങ്ങ് പതിപ്പിച്ചു. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു ചോദ്യം. എടാ, ബൈ ഡിവൈഡിങ് 1 4 5 2 8 നമ്പർ ഏതാ? 1 4 5 2 8 എന്നാണ് സംഖ്യ. ഈ പറയുന്ന ആ സംഖ്യക്ക് കോഷ്യന്റ് ആകുന്ന ആള് എന്ന് പറയുന്നത് എത്രയാ വരിക? 83 വരുന്നുണ്ട്. കോഷ്യന്റ് ഏതോ ഒരു സംഖ്യ കൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് വിത്ത് ഏതോ ഒരു സംഖ്യ, അവനെ എക്സ് എന്ന് വിളിക്കുക. ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കോഷ്യന്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 83 കിട്ടി. അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. എന്നാണെങ്കിൽ അവിടുത്തെ ഡിവൈസർ ആകുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാമോ? ഓക്കെ ആണോ? അതായത് ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, ദാറ്റ് ഈസ് എക്സ് കണ്ടുപിടിക്കാമോ? ശരിയല്ലേ? ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കേടാ. എടാ, 1 4 5 2 8 എന്ന് പറയുന്ന സംഖ്യയെ ഞാൻ എക്സ് ആകുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കോഷ്യന്റ് ആകുന്ന ആൾ എനിക്ക് കിട്ടിയത് 83 ആണ്. അതുപോലെ റിമൈൻഡർ ആകുന്ന ആൾ 3 ആണ്. എന്നാണെങ്കിൽ ബേസിക് ഡിവിസിബിലിറ്റി റൂൾ പ്രകാരം നമുക്കറിയാം ഈ പറയുന്നതാകുന്ന 1 4 5 2 8 അവനെ നമുക്ക് ഡിവിഡൻഡ് എന്ന് വിളിക്കാം. ശരിയല്ലേ? അതേ ഇൻറ്റു, ഓക്കെ ആണോ? സോറി, ഡിവിഡൻഡ് അല്ലല്ലോ, സോറി എന്താ പറയേണ്ടത്? ഈ എക്സ് ആകുന്ന ആളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം മക്കളെ? ഡിവൈസർ എന്ന് വിളിക്കാം. ശരിയല്ലേ? ആ ഡിവൈസർ ആകുന്ന ആളെ ഇൻറ്റു ഈ കിടക്കുന്ന കോഷ്യന്റ് ആകുന്ന 83. ആ 83 ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 ആകാൻ സാധ്യതയുള്ള ഒരു നമ്പർ. അതിന്റെ കൂടെ 3 ആകുന്ന റിമൈൻഡർ കൂടി നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ഓക്കെ ആണോ? അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഏത് സംഖ്യ കിട്ടും? 1 4 5 2 8 എന്ന് പറയുന്ന ആ ഡിവിഡൻഡ് ആകുന്ന അതേ സംഖ്യ കിട്ടും. ഇനി അതിനകത്ത് നിന്ന് ഈ ഡിവൈസർ ആകുന്നവൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. ശരിയല്ലേ? പിടികിട്ടിയിട്ടുണ്ടാകും കാര്യം. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാ കണ്ടുപിടിക്കുക? ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. 83 ആകുന്ന സംഖ്യയെ ചോദ്യത്തിൽ പറയുന്നതാകുന്ന ആ ഡിവൈസർ ആകുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ച് റിമൈൻഡർ ആകുന്ന ആളിനെ കൂട്ടുമ്പോൾ എനിക്ക് 1 4 5 2 8 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്താൻ സാധിക്കണം. ഇനി ഇവിടെ നമുക്ക് ഏത് ഒരു റൂൾ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഡിജിറ്റ് സമ്മിന്റെ റൂള് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഡിജിറ്റ് സമ്മിന്റെ റൂള് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കാണിച്ചു തരാം.
വരാം. എടാ 8 3 11 1 1 2 ഇതാണ് 83ന്റെ ഡിജിറ്റ് സമ്മ്. ഇനി ഇതാ ഇവിടെ ഒരു 3 കിടപ്പുണ്ട്. ദാണ്ട് ഇവിടെ പ്ലസ് ആണ്, ഡിവൈസർ ആകുന്ന ആളിന്റെ മൂല്യമാ വേണ്ടേ. ഇനി 1 4 ദാണ്ട് 5 4 വെട്ടി 8 1 വെട്ടി എന്റെ എന്താണ് ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് ഇവിടെ 2 വരുന്നത്. ഓക്കെ ആണോ? എടാ 2 ആകുന്ന സംഖ്യയോടൊപ്പം ഏതോ ഒരു ഡിജിറ്റ് സമ്മ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കൂടെ 3 കൂട്ടുമ്പോൾ എനിക്ക് 2 ആകുന്ന ഡിജിറ്റ് സമ്മ് ആയിരിക്കണം കിട്ടേണ്ടത്. അങ്ങനെ ഒരാൾ ഈ ഓപ്ഷനിൽ ആരുണ്ടെന്ന് നോക്കുക. എടാ 6 5 11 12 ഇവന്റെ ഡിജിറ്റ് സമ്മ് 3. എടാ 8 1 വെട്ടിയാൽ ഇവന്റെ ഡിജിറ്റ് സമ്മ് 5. എടാ 7 5 12 1 13 3 1 4 ഡിജിറ്റ് സമ്മ് ഇതാ ഇവന്. ഇനി 9 വെട്ടിയാൽ 5 1 6 ഡിജിറ്റ് സമ്മ്. ഒന്ന് ആലോചിച്ച് നോക്കെ. എന്ത് ചെയ്യാം? നമുക്ക് റാൻഡം ആയിട്ട് വിലകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മക്കളെ 3 ഇട്ട് കൊടുത്താൽ 3 2 6 6 3 9 ഡിജിറ്റ് സമ്മ് 2 വരുന്നുണ്ടോ? ഇല്ല. ദാ വെട്ടി. ഇനി അടുത്തവനെ നോക്ക്. 5 ഇട്ട് കൊടു. 5 ഗുണം 2 10 10 ഗുണം 3 13 3 1 4 വരുന്നത്. ഇവൻ വരുന്നുണ്ടോ? ഇല്ല. ഇനി 6 ഇട്ട് കൊടുത്തേ. 6 ഗുണം 2 12 3 എത്ര വരുന്നത്? 15. 15 ആകുമ്പോ 5 1 6 ഡിജിറ്റ് സമ്മ് വരുന്നുണ്ടോ? ഇല്ല. ഇനി 4 ഇട്ട് കൊടുത്തേ. 4 ഗുണം 2 8 8 ഗുണം 3 സോറി 8 പ്ലസ് 3 11 11ന്റെ 1 1 2 വരുന്നുണ്ട്. അതായത് ഇവിടെ 4 ആകുന്ന ഡിജിറ്റ് സമ്മ് ഉള്ള ഒരാളിനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് മനസ്സിലായി ഡിവൈസർ എന്ന് പറയുന്ന ആളാരാ? 175. കണ്ടോടാ, ഡിജിറ്റ് സം ആകുന്ന റൂള് വെച്ച് നിസ്സാരമാകുന്ന രീതിയിൽ വലിയ കാൽക്കുലേഷൻസ് ഒന്നും നടത്താതെ നിസ്സാരമാകുന്ന രീതിയിൽ നമ്മൾ ആൻസറിനെ കണ്ടുപിടിച്ച കണ്ടോ. ഓക്കെ, അടുത്തതാകുന്ന ചോദ്യം പറയട്ടെ. ദാ പിടിച്ചോ. തന്നിട്ടുള്ളതാകുന്ന കൂട്ടത്തിൽ 9 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ ആര്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ് സമ്മുകളെ എടുക്കുമ്പോൾ 9 സമ്മ് വരുന്നവനെയും മൾട്ടിപ്പിൾ ഓഫ് 9 ആകുന്ന സമ്മ് വരുന്നവനെയും വെട്ടുക, അവശേഷിക്കുന്നവനെ കൂട്ടിയാൽ മതി. റൂൾ എന്താ? ഡിജിറ്റ് സമ്മാകുന്ന ആള് തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. ഓക്കെ ആണോ? ആണ്. ഡിജിറ്റ് സമ്മാകുന്ന ആളെ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒന്ന് എടുത്തേടാ, ഓരോ നമ്പറുകളെയും എടുത്തെഴുതി ഒന്ന് ആൻസർ നോക്കേ. 5 6 1 1 2 വെട്ടാനുള്ളവനെ എല്ലാം വെട്ടിയേരെ. എടാ അതാ നോക്കേടാ, 6 2 8 1 9 അവശേഷിക്കുന്നത് 5 1 6. 9 കൊണ്ട് ഇവനെ പറ്റുമോ? ഇല്ല മക്കളെ. ഇനി നോക്കേ, അടുത്തതാകുന്ന നമ്പർ എന്ന് പറയുന്നത് ആരാ? ദാണ്ട് 8 9 4 4 5. അവിടെ നമുക്ക് വെട്ടേണ്ടവനെ എല്ലാം വെട്ടി മാറ്റാം. 9നെ വെട്ടി 5 4 9. ശരിയല്ലേ? ഇനി 8 4 12 2 1 3. ഇവനെ 9 കൊണ്ട് പറ്റുമോ? ഡിജിറ്റ് സമ്മ് 0 വരേണ്ടത്, 0 ആണ് വരേണ്ടത്, വന്നില്ല. അവനെ വെട്ടിമാറ്റ്. അടുത്തത് ആരാ ഉള്ളേ? താണ്ടേ 4 9 6 5 3. ഇവനെ വെട്ടി നോക്കേ. 9 വെട്ടി 5 4 9 വരും, 6 3 വെട്ടുമ്പോൾ 9. ഡിജിറ്റ് സമ്മ് എത്ര വരുന്നത്? 0. ഉറപ്പാണ് ഈ ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോകണ്ട? ഡിയിലേക്ക് പോകണ്ട. കൂട്ടത്തിലെ ഒരാൾക്ക് മാത്രമേ ഡിവിസിബിൾ ബൈ 9 ആകാനുള്ള സാധ്യത വരുത്തുള്ളൂ. കാര്യം ചോദ്യം ചോദിക്കുന്നത് തന്നെ ഡിവിസിബിൾ ബൈ 9 ആകുന്ന ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരാന്ന് കണ്ടുപിടിക്കാനാ. അവനെ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ അല്ലേടാ? അപ്പോ അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്ത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 4. മക്കളെ, ഡിവിസിബിലിറ്റി ബൈ 4 പറയുമ്പോൾ നമ്മൾ പഠിച്ചതാ. എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആകുന്ന ആളിലാണ് നമ്മുടെ കഥ ഇരിക്കുന്നത്. എന്താ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്? ഒന്നുകിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സുകൾ എന്ന് പറയുന്നത് 2 ആകുന്ന ആളുകൾ എന്താകണം? 0 0 എന്ന രീതിയിലാകണം. 0 0യിൽ അവസാനിച്ചാൽ ഡിവിസിബിൾ ബൈ 4 ആണ്. അതുപോലെ ഡിവിസിബിൾ ബൈ 4 ആകുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണെങ്കിലും അത് ഡിവിസിബിൾ ബൈ 4 ആണ്. ഈ കൂട്ടത്തില് ദാ നോക്കേ, 76. അപ്പൊ നമുക്കറിയാം ഇവിടെ 70. നമ്മൾ പട്ടിക ചൊല്ലി നോക്ക്. 40 ഗുണം 2 എന്ന് പറയുന്നത്, അല്ലേ വേണ്ട, 4 ഗുണം 20 എന്ന് പറഞ്ഞാൽ 80. ശരിയല്ലേടാ? 20-നകത്ത് നിന്ന് ഒരു 4 പുറകിലേക്ക് വന്നാൽ 76 ഓട്ടോമാറ്റിക്കലി 4ന്റെ പട്ടികയിൽ വരുന്ന ആളാ. ചോദ്യത്തിനകത്ത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് ഓപ്ഷൻ എ നോക്കിയപ്പോൾ തന്നെ ആൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. പിന്നെ ഇനി ബാക്കി ഓപ്ഷൻസിനെ നോക്കാൻ നിൽക്കണ്ട. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മക്കളെ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയിലേക്ക് പോകേണ്ട കാര്യം ഇല്ലടാ മക്കളെ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാമേ. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ നമ്പർ? ഓക്കെ ആണോ? ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു 4 4 5 6. ചോദ്യം എന്താണെന്ന് നോക്കേ. 4 4 5 6 ഈ സംഖ്യയോടൊപ്പം സോ ദാറ്റ് ദ സം ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിവിസിബിലിറ്റി ബൈ 6 ആണ് നോക്കണ്ടേ. 6 ആകുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യത്തക്ക വിധത്തിൽ ഈ ഒരു സംഖ്യയെ മാറ്റണമെങ്കിൽ ഇതിനോടൊപ്പം ആരെ കൂട്ടണം എന്നാ ചോദിക്കുന്നത്. മക്കളെ, ഡിവിസിബിലിറ്റി ബൈ 6 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവിസിബിലിറ്റി ബൈ 6 ആണെങ്കിൽ ആരുടെയൊക്കെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി? 3 കൊണ്ട് പറ്റുമോ, 2 കൊണ്ട് പറ്റുമോ? ഈ 2 കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഇനി അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് മനസ്സിലായി. 2 എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളതാകുന്ന 4 4 5 6 അവസാനിക്കുന്നത് 6 അതായത് തന്നിട്ടുള്ളതാകുന്ന സംഖ്യ തന്നെ ഒരു ഈവൻ നമ്പറാണ്. ഒരു ഈവൻ നമ്പറിന്റെ കൂടെ മറ്റൊരു ഈവൻ നമ്പർ കൂട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അവിടെ അടുത്തൊരു ഈവൻ നമ്പർ കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 6 ആകുന്ന ആളുകളല്ല ഈവൻ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 എന്ന് പറയുന്ന ആൾ ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ തന്നെ നമുക്ക് അവനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ആരെ കൂട്ടണമെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഡിവിസിബിലിറ്റി ബൈ 3 അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. 3 ചെക്ക് ചെയ്ത് നോക്കെ. 4 അതെങ്ങനെ എടുക്കേണ്ട? സം ഓഫ് ഡിജിറ്റ്സ് 4 പ്ലസ് 4 എത്ര? 4 4 8 8 5 എത്ര വരും? 13 6 എത്ര വരും? 19. മൊത്തം കൂടെ കൂട്ടുമ്പോൾ ഇപ്പൊ 19 വരുന്നുണ്ട്. 19ന്റെ കൂടെ ആരെ കൂട്ടിയാലാണ് നമുക്ക് ലീസ്റ്റ് ആകുന്ന, അവിടെ ചോദ്യം പറയുന്നുണ്ട് സ്മോളസ്റ്റ് ആകുന്ന ഏത് സംഖ്യയെ കൂട്ടണം എന്നുള്ളതാ ചോദിക്കുന്നത്. ഓക്കെ ആണോ? സ്മോളസ്റ്റ് ആകുന്ന ഏത് സംഖ്യയെ കൂട്ടണം എന്നുള്ളതാ ചോദിക്കുന്നത്. മക്കളെ 19ന്റെ കൂടെ ആരെ കൂട്ടിയാലാണ് ഏറ്റവും ചെറുതാകുന്ന ഏത് സംഖ്യയെ കൂട്ടിയാലാണ് മൾട്ടിപ്പിൾ ഓഫ് 3യിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? ഇവിടെ 19ന്റെ കൂടെ 2 കൂട്ടിയാൽ 21 വരുന്നത്. ഈ പറയുന്ന കൂട്ടത്തിൽ 2 അല്ലാതെ വേറൊരാളെ കൂട്ടാൻ ഇനി ഏറ്റവും ചെറുതാകുന്ന മറ്റൊരു സംഖ്യ ഇല്ലല്ലോ. സോ ഓപ്ഷന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 എന്ന് വരും. ഡൗട്ട് ഇല്ലേ? ഓപ്ഷൻ സി 2 എന്ന് വരും. ഡൗട്ട് ഇല്ലേ? കൃത്യമാണ്. അടുത്തതാകുന്ന ചോദ്യം പടാന്നാ കയറി പോകുന്നത്. സാധനങ്ങളൊക്കെ കൃത്യമാകുന്ന രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിക്കുന്ന നോക്കിയാൽ ലാർജസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 1 6 5 7 ആൻഡ് 2 0 3 ലീവ്സ് റിമൈൻഡർ 6 and 5 റെസ്പെക്റ്റീവ്ലി വിൽ ബി. അതായത് 1 6 5 7 എന്ന സംഖ്യ, അതുപോലെ 2 0 3 7 എന്ന് പറയുന്ന സംഖ്യ, ഈ രണ്ട് സംഖ്യകൾക്കും പൊതുവായ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആകുന്ന ആളെന്നുള്ള നിലയിൽ ആരെ നമുക്ക് കിട്ടും? ആദ്യത്തെ ആൾക്ക് 6 ആയിരിക്കും റിമൈൻഡർ വരുന്നത്, രണ്ടാമത്തെ ആൾക്ക് എന്ന് പറയുന്നത് 5. രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരേ സംഖ്യ കൊണ്ട് തന്നെയുമാണ്. ഓക്കെ ആണോ? ഇനി എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കെ. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഈ 6 ആകുന്ന ആളിനെ അതിൽ നിന്ന് കുറയ്ക്കുക, അവന്റെ റിമൈൻഡർ അതിൽ നിന്ന് തന്നെ കുറയ്ക്കുക. രണ്ടാമത്തെ ആൾക്കും അതേപോലെ 6 പോകുമ്പോൾ എത്ര വരും? 1 6 5 1. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ആള് എന്തോ വരും? 2 0 3 2. ഓക്കെ ആണോ? ഇനി ഈ രണ്ട് സംഖ്യകൾ ഇപ്പോ നിലവിലൊന്ന് ആലോചിച്ച് നോക്കെ. റിമൈൻഡർ എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. ഇവിടെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടും. ശരിയല്ലേ? ആ 5നെയും 6നെയും അതാത് സംഖ്യകളിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താ? റിമൈൻഡർ 0 ആകുന്ന രണ്ട് നമ്പറുകളാണ്. നമ്മളോട് പറഞ്ഞില്ലേ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന്. ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ചോദ്യത്തിനകത്ത് പറയുന്നതാകുന്ന സംഖ്യകൾ 1 6 5 7 അതുപോലെ 2 0 3 7 എന്നല്ലേ. അവന്മാർക്ക് കൃത്യമാകുന്ന റിമൈൻഡറുകളുടെ കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുന്നില്ലേ? ആ റിമൈൻഡറിനെ അവിടെ നിന്ന് കുറയ്ക്കുക. എത്ര കുറയ്ക്കണം? അവിടെ ആദ്യത്തെ ആളിൽ നിന്ന് 6 കുറയ്ക്കണം, രണ്ടാമത്തെ ആളിൽ നിന്ന് 5 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ആരെ കിട്ടും? 1 6 5 1 കിട്ടും. ഇവിടെ ആരെ കിട്ടും? 2 0 3 2 എന്ന് കിട്ടും. ഇനി അവര് പറയുന്നത് എന്താ? ഈ 3 2 എന്ന് കിട്ടും അല്ലെ. ഇനി അവരെന്താ പറയുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന രണ്ട് സംഖ്യയില്ലേ, ആ രണ്ട് സംഖ്യയെ ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരമാകുന്ന ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന? റിമൈൻഡർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്തിലേക്കേ പോകത്തുള്ളൂ? റിമൈൻഡർ 0യിലേക്കേ പോകും. ഇനി അവർ ചോദിക്കുന്നത് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ആരാണെന്നാണ് ചോദിക്കുന്നത്. മക്കളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ലാർജസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സംഖ്യകളുടെ ആരായിരിക്കും മക്കളെ? ഈ രണ്ട് സംഖ്യകളുടെ HCF ആകുന്ന ആളായിരിക്കും. ഓക്കെ ആണോ? ഈ രണ്ട് സംഖ്യകളുടെ ആരായിരിക്കും അവൻ? HCF ആകുന്ന ആളായിരിക്കും. ഈ രണ്ട് സംഖ്യകളുടെ HCFനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് മെത്തേഡിനെ ഉപയോഗിക്കാം? സ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം മെത്തേഡിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ആണോ? കൃത്യമാകുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് നൈസ് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിനകത്തേക്ക് എത്താൻ പറ്റും. പറയട്ടെ ഇനി എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്തോത്തിനെ ഇവിടെ സ്ലാഷ് മെത്തേഡ് ഉപയോഗിക്കുന്നത്, അതിനേക്കാളും വലിയൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എടാ ഓപ്ഷൻസ് ഒന്ന് നോക്കേ. ഓപ്ഷൻസ് 2 1 3 1 4 കണ്ടോടാ. ഈ 121 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടറാ? 11 എന്ന് പറയുന്ന ആളിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരാളാണ് 121. ഇവനെ 121 കൊണ്ട് ഈ രണ്ട് നമ്പറുകളെയും 121 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവന്മാരെ 11 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ. പറ്റുമോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ. ദാണ്ടേ 5 1 6 6 1 7 കണ്ടോടാ. 7 - 6 ആൻസർ എന്ന് പറയുന്നത് 0 ആണോ വന്നേ? അല്ല, വന്നു. 0 വന്നു ആണോ? വന്നെങ്കിൽ 11 കൊണ്ട് പറ്റും. 0 വന്നില്ലെങ്കിലോ 11 കൊണ്ട് പറ്റുമോ? ഇല്ല. നോക്കുമ്പോൾ ഡിവിസിബിലിറ്റി ബൈ 11 ഇവിടെ സാധിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി 123 നോക്കേടാ. ഇവിടെ 3 2 5 1 6 അല്ലേ? ശരിയല്ലേ? 123 3 2 5
ഒന്നും 6. നമുക്ക് ഡിജിറ്റ് സം എടുക്കുമ്പോൾ ഇവൻ ആരെ തരുന്നുണ്ട്, അല്ലെ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുമ്പോൾ 6 തരുന്നുണ്ട്. 6 ആണെങ്കിൽ ഇവൻ ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആകുന്ന സംഖ്യയായിരിക്കും. തന്നിട്ടുള്ള 2 പേര് മൾട്ടിപ്പിൾ ഓഫ് 3 ആകുന്ന സംഖ്യയാണോ നോക്കെ. ഓട്ടോമാറ്റിക്കലി അറിയാം 0 എന്തായാലും ആകില്ല. ഇവൻ നമ്മുടെ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുമ്പോൾ ഇവൻ 6 വരും. 6 എന്ന് പറയുന്ന ആള് വന്നാൽ അവൻ ഉറപ്പായും 3 കൊണ്ട് പറ്റുന്ന ആളായിരിക്കും. പറ്റുമോ നോക്കെ. 6 1 7, 7 5 12 1 13, 13 വരുന്നത്. 13 ഒരിക്കലും എന്തല്ല, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ആദ്യത്തെ ഒരാളെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി 123 ആകില്ല. ഉറപ്പായിട്ടും അതുകൊണ്ട് ആര് തന്നെ ആയിരിക്കും വരിക, 127. ഓക്കെ ആണോ. നമ്മൾ ഇവിടെ കിടന്ന് വലിയ കഷ്ടപ്പാടുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ചോദ്യത്തിനകത്ത് ഏത് സംഖ്യകളാണോ പറഞ്ഞിരിക്കുന്നത് 1 6 5 7 അതുപോലെ 2 0 3 7 ഈ 2 സംഖ്യകളിൽ നിന്ന് ആ റിമൈൻഡറുകളാകുന്ന അതാത് സംഖ്യകളെ അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 6 5 1 അതുപോലെ 2 0 3 2. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാകുന്ന 2 സംഖ്യകളില്ലേ, ഇവന്മാരുടെ പ്രത്യേകത എന്താ, ചോദ്യം പറയുന്ന ആ ലാർജസ്റ്റ് ആകുന്ന ആ നമ്പർ ഇല്ലേ, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനി എന്താകും വരിക, റിമൈൻഡർ 0. അതായത് തന്നിട്ടുള്ളതാകുന്ന നമ്പറിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതാകും ഇനി ഉത്തരത്തിനകത്തേക്ക് എത്താനുള്ള എളുപ്പവഴി. അങ്ങനെ നോക്കുമ്പോൾ 121 എന്ന് പറയുന്ന ആൾ ഓട്ടോമാറ്റിക്കലി 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. 121 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഈ തന്നിട്ടുള്ള 2 നമ്പറും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാകണം. അങ്ങനെ ആകുന്നില്ല എങ്കിൽ എന്താണ്, 121 കൊണ്ട് പറ്റില്ല. സം ഓഫ് ഡിജിറ്റ്സ് എടുത്തപ്പോൾ 6 വന്നു. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം അവിടെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് എന്ന കാരണമാണെങ്കിൽ ഉറപ്പായും ചിന്തിച്ചോണം അവിടെ എന്തില്ല, അവിടെ 3 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. നമ്മൾ നോക്കുമ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് ഇവിടെ 3 വരുന്നുണ്ടോ, 2 പേർക്കും വരത്തില്ല. ഏതെങ്കിലും ഒരാൾക്ക് വന്നില്ലെങ്കിൽ തന്നെ ഉറപ്പിച്ചോ 123 എന്തായാലും ആകില്ല. അതുകൊണ്ട് ഇനി ഓട്ടോമാറ്റിക്കലി പോസിബിലിറ്റി ഉള്ളത് 0യ്ക്കല്ല 127. അതുകൊണ്ട് ആ ചോദ്യത്തിന് ആൻസർ നൈസായിട്ട് കിട്ടി. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഇവിടെ ഡിവിസിബിലിറ്റി ബൈ 22ന്റെ കാര്യമാണ് പറയുന്നത്. നമ്പർ ഏതാ തന്നിരിക്കുന്നത്, 1 8 6 2 3 8 3 ഇതാണ് സംഖ്യ. ഓക്കെ അല്ലെ. 1 8 6 2 3 8 3 ഇനി ഇവനെ എന്ത് ചെയ്യണം, ഡിവിസിബിൾ ബൈ 22 എന്ന രീതിയിലേക്ക് മാറ്റണം. അവിടെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ആരുടെയാണ് ചെക്ക് ചെയ്യേണ്ടത്, 22ന്റെ. 22 ഒരു വലിയ സംഖ്യ ആയതുകൊണ്ട് 2 പ്രൈം നമ്പറുകളുടെ പ്രോഡക്റ്റ് ആക്കി മാറ്റ്, 2 ഗുണം 11. ഓക്കെ ആണോ. ഇനി ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, എന്താ, 2 ഗുണം 11. ഇവിടെ ഡിവിസിബിലിറ്റി ഓഫ് 2 ചെക്ക് ചെയ്തു, ഡിവിസിബിലിറ്റി ഓഫ് 11 ചെക്ക് ചെയ്തു. ഇത് രണ്ടും പറ്റുന്നവൻ ആരാണോ അതാണ് ചോദ്യത്തിന്റെ ആൻസർ. ശരിയല്ലേ. ആണ്. അങ്ങനെ നോക്കുമ്പോൾ എ ആകുന്ന ആൾ ഉറപ്പായിട്ടും ഒരു ഈവൻ സംഖ്യ ആകാനാണ് സാധ്യത. അപ്പോൾ ഈ കൂട്ടത്തിൽ എല്ലാം ഈവൻ നമ്പർ. ഇനി നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 2 നോക്കേണ്ട കാര്യമുണ്ടോ, എല്ലാവരും ഈവൻ ആണെങ്കിൽ പിന്നെ ഇനി എക്ക് ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ 2ന്റെ നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഓട്ടോമാറ്റിക്കലി ആരിലേക്ക് പോകണം, 11ന്റെ ഡിവിസിബിലിറ്റിയിലേക്ക് പോകണം. ദാണ്ടേ 11 എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റുകളുടെ ഡിഫറൻസ് എടുത്താൽ മതി. ഓൾട്ടർനേറ്റ് സമ്മിന്റെ 6 1 7 7 3 എത്ര വരും, 10 10 3 എത്ര വരും, 13. ഒരാളെ കിട്ടി 13. അടുത്ത സമ്മ് നോക്കുക, 8 2 10 10 8 18 18 പ്ലസ് എ. കണ്ടോടാ, 18 പ്ലസ് എ. ഇത് രണ്ടും കൂടെ കുറയ്ക്കണം. ഓക്കെ ആണോ. 18 പ്ലസ് എക്കകത്ത് നിന്ന് 13 കുറയ്ക്കണം. അപ്പോൾ 18 13 എത്ര വരും, 5 പ്ലസ് എ എന്നുള്ള രീതിയിലേക്ക് ഉത്തരം മാറും. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, 5 പ്ലസ് എ എന്നാ വരുന്നത്. നമുക്ക് 11ന് ഡിവിസിബിലിറ്റി ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കണം എന്നാണെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് സമ്മുകളുടെ ഡിഫറൻസ് ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 വരണം. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഇവിടെ 5ന്റെ കൂടെ കൂട്ടാനാണ് പറയുന്നത് എ. അങ്ങനെ കൂട്ടുമ്പോൾ ഏറ്റവും എളുപ്പമാകുന്ന രീതിയിൽ ഒരു ഉത്തരം എന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ 11ലേക്ക് എത്തിക്കുന്നതായിരിക്കും എളുപ്പം. എ എന്ന് പറയുന്ന ആളുടെ മൂല്യം, അതുകൊണ്ട് 5ന്റെ കൂടെ ആരെ കൂട്ടുമ്പോഴാണ് എയുടെ മൂല്യം 11നകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത്. എ ആകുന്ന ആളിന്റെ വില എന്ത് കൊടുത്താലാ 11നകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നത്, 6 കൂട്ടിയാൽ 11നകത്തേക്ക് എത്തും. അപ്പോ ഇവൻ എന്താകും, 6 കൂട്ടുമ്പോൾ എ എന്ന് പറയുന്ന ഒരു 1 ഡിജിറ്റ് നമ്പർ അല്ലേ, 6 കൂട്ടിയാൽ ഇവൻ 11നകത്തേക്ക് സമ്മിനെ എത്തിക്കും, ഓൾട്ടർനേറ്റ് സമ്മിന്റെ ഡിഫറൻസിനെ എത്തിക്കും. അതുകൊണ്ട് 6 ആകാനാണ് സാധ്യത. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? കൃത്യമാകുന്ന രീതിയിൽ നോക്കി അവനെ ഒന്ന് മനസ്സിലാക്കി എടുക്കണേ. ഏതാണ്ടേ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേടാ. ഈ ചോദ്യത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, ഇവന്റെ മൂല്യം എന്തു വരും? അതും ഗ്രേറ്റസ്റ്റ് ആകുന്ന മൂല്യമാണ് അവർ ചോദിക്കുന്നത്. ഏറ്റവും വലിയ പോസിബിൾ ആകുന്ന മൂല്യം എന്ത് വരുമെന്നാ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ. എങ്ങനെയാകുന്ന കണ്ടീഷൻ അവർ പറയുന്നത്, എടാ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഖ്യ, 72ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് 2 പേരുടെ കോപ്രൈം ആക്കി എഴുതാലോ, പ്രോഡക്റ്റ് ആക്കി എഴുതാലോ. കോപ്രൈം പ്രോഡക്റ്റ് 8 ഗുണം 9. ഇവിടെ നമ്പർ ഏതാ മക്കളെ, 6 1 8 1 എ. അത് കഴിഞ്ഞാൽ ആരാ ഉള്ളത്, 1 2 ബി. ശരിയാണോ? ആണ്. ഇക്കൂട്ടത്തില്
ആരുടെ ഡിവിസിബിലിറ്റി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? 8ന്റെ. അപ്പൊ ബിയുടെ വില പെട്ടെന്ന് കിട്ടും. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കിയാൽ മതി. അവിടെ നമ്മൾ ആദ്യം ബിക്ക് ചുമ്മാ ഒരു 0 ഇട്ട് കൊടുക്കും, എന്നിട്ട് ചെയ്ത് നോക്കും. അതായത് 120 ഡിവൈഡഡ് ബൈ 8 നോക്കും. അപ്പോഴത്തെ റിമൈൻഡർ എത്ര നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കാണുമ്പോൾ തന്നെ മനസ്സിലാവും 0 കാര്യം 120 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിളാ. ഇനി പറ, ഇനി 120 കഴിഞ്ഞാൽ തൊട്ടടുത്ത ബിക്ക് വരാൻ സാധ്യതയാകുന്ന വില, അതായത് 120 കഴിഞ്ഞുള്ള അടുത്ത 8ന്റെ മൾട്ടിപ്പിൾ, അത് 128 അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും 8 എന്ന് പറയുന്ന വാല്യൂ ആണ് ബിക്ക് വരാൻ സാധ്യതയാകുന്ന മാക്സിമം വാല്യൂ. അപ്പൊ ബിയുടെ സ്ഥാനത്ത് എത്രയെന്ന് എഴുതാൻ? എനിക്ക് 8 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ആരെയാ വേണ്ടേ? എയുടെ സ്ഥാനത്ത് ആരുണ്ടെന്ന് വേണം. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ബിക്ക് ഞാൻ എത്ര കൊടുക്കാം? പരമാവധിയാകുന്ന 8 അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഞാൻ കൂട്ടടാ 6 1 8 1 7 1 2 8. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. 9ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? മൊത്തം കൂടെ സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ മതി. 6 1 7 8 6 അല്ല സോറി 6 1 7 8 7 15 1 16 16 1 17 2 19 19 8 എത്ര വരും ഇവിടെ? 27. 27ന്റെ കൂടെ എനിക്ക് പരമാവധിയാകുന്ന എയുടെ ഒരു മൂല്യം കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആകുന്ന ആളിനെ കിട്ടണം. ഓക്കെ ആണോ? 27ന്റെ കൂടെ മാക്സിമം എന്ന രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് 9ന്റെ മൾട്ടിപ്പിളിലേക്ക് എത്തിക്കാൻ തിരിച്ച് ചിന്തിക്കണം. എക്ക് 9 മുതൽ 0 വരെയുള്ള മൂല്യങ്ങൾ, അപ്പോൾ പരമാവധിയാകുന്ന മൂല്യം ആദ്യം 9 8 അങ്ങനെ കൊടുക്കുക. എന്തായാലും 9 കൊടുക്കുമ്പോൾ 27 പ്ലസ് 9 ആണ് 36 വരും. 36 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 9. ഇനി മേളിലോട്ട് ചിന്തിക്കണ്ട, മാക്സിമം വാല്യൂ 9. അതായത് 9 എക്ക് വരാൻ സാധ്യതയുള്ളത് 9. അപ്പൊ 9 പ്ലസ് 8 എത്ര വരും? 17. 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 289. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകട്ടെ. നിസാര ചോദ്യങ്ങളാ. എടാ, ഈ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ചോദ്യത്തിനകത്ത് അവർ പറയുകയാണ് 500ൽ തുടങ്ങി 650 വരെയുള്ളതാകുന്ന സംഖ്യകളെ പരിഗണിക്കൂ. ഇക്കൂട്ടത്തില് എന്ത് ചെയ്യണം? ഇൻക്ലൂഡിംഗ് ബോത്ത് 500ഉം 650ഉം കൂടെ ചേർത്ത് പരിഗണിക്കുമ്പോൾ നെയ്തർ 3 നോർ 7, 3 കൊണ്ട് പറ്റാത്ത 7 കൊണ്ടും പറ്റാത്ത 3 കൊണ്ടും 7 കൊണ്ടും പറ്റാത്ത എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? പറ്റുന്ന ആളുകളെ നോക്കും. അതായത് എയ്തർ 3, ഒന്നുകിൽ 3 കൊണ്ട്, ഓർ 7, അല്ലെങ്കിൽ 7 കൊണ്ട്, അല്ലെങ്കിൽ 2 പേരെ കൊണ്ട് പറ്റുന്ന എത്ര പേരുണ്ടെന്ന് നോക്കും. അതിന് എളുപ്പ വഴി എന്താണെന്നറിയോ? ആദ്യം ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 500 100 ആവുമ്പം 600, പിന്നെ ഒരു 50 കൂടെ ഉണ്ട്, മൊത്തം 150. 500നെയും കൂടെ ചേർത്ത് മൊത്തം 151 സംഖ്യകളുണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മുടെ ഫൈനൽ ആൻസറിനകത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 151 ഡിവൈഡഡ് ബൈ ആദ്യത്തെ സംഖ്യ എത്ര? 3. ഓക്കെ ആണോ? അത് കൂട്ടണം. ആരുടെ കൂടെ? 151 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സംഖ്യ ആരുടെ? 7. ഇനി 2 പേരും പൊതുവായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യ, അതായത് LCM ആകുന്ന സംഖ്യയില്ലേ, അവനെ നമ്മൾ മൊത്തമാകുന്ന ആ സമ്മിൽ നിന്ന് കുറച്ചാൽ മതി. 7ന്റെ 3ന്റെ LCM എത്ര മക്കളെ? 21. ഇത് എത്രയും കൂടെ എന്ത് ചെയ്താൽ മതി? ഇതേ പാറ്റേണിൽ ചെയ്ത് ഇതിന്റെ ആൻസർ കിട്ടും. എത്ര വരും ഇവിടെ? 100. ഇതിന്റെ ആൻസർ അല്ല, നമുക്ക് ആ എയ്തർ ഓറിന്റെ ആൻസർ കിട്ടും. 151/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 50. കോഷ്യന്റ് മാത്രം എടുത്താൽ മതി, റിമൈൻഡർ നോക്കണ്ട കേട്ടോ. 7 കൊണ്ടാകുമ്പോൾ എത്ര വരും ഇവിടെ? 2. ബാലൻസ് എത്ര ഉണ്ട്? 11നകത്ത് ഒരു തവണ 21 മൈനസ് ഇവിടെ എത്ര വരും? 21 കൊണ്ട് നോക്കുമ്പോൾ 2 4 6 8, അവിടെ ഒരു 5 തവണ, 5 തവണയാകുമ്പോഴത്തേക്ക് 105, പിന്നെ ഒരു 3 തവണ, മൊത്തം കൂടെ ആകുമ്പോൾ 7 തവണ വരുമായിരിക്കും. 21 ഗുണം 7 എന്ന് പറയുന്നത് മാക്സിമം 7 2 14, 147 വരും. ശരിയല്ലേ? അതുകൊണ്ട് മൊത്തം ഒരു 7 തവണ. ഇനി ഇത് മൊത്തം കൂടെ കൂട്ടെ, 50 20 കൂടെ ആയപ്പോൾ എത്ര? 70. 71ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എന്റെ ആൻസർ 64 വരും. അപ്പോ 3 കൊണ്ട് പറ്റുന്ന 7 കൊണ്ട് പറ്റുന്ന മൊത്തം എത്ര പേരെന്ന് ചോദിച്ചാൽ എത്ര? 64. ചോദ്യത്തിന്റെ ആൻസർ അവിടെ ചിലപ്പോൾ കൊടുത്തേക്കും, കയറി അവിടെ കുത്തിക്കളയില്ല, അത് തെറ്റാവും. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ നെയ്തർ നോറ. നെയ്തർ നോർ അറിയണമെങ്കിൽ മൊത്തമാകുന്ന 151 സംഖ്യയിൽ 64 പേര് പറ്റും. അപ്പൊ പറ്റാത്ത എത്രയാണെന്ന് അറിയാൻ അവിടെ 2 കൂടെ കുറച്ചാൽ മതി. എടാ, 11നകത്തുനിന്ന് 4 പോയാൽ എത്ര വരും? 7. കൂട്ടത്തിൽ 7ൽ അവസാനിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, 87. കുറച്ച് നോക്കിയാൽ 87 തന്നെ വരും കേട്ടോ. ഡൗട്ടുകളൊന്നും ഇല്ലേ? കൃത്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാകുവേ? ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ചോദ്യം ഒന്ന് നോക്കിയടാ. ചോദ്യം എന്താ പറയുന്നതെന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. എടാ, 1 4 5 6 എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ നമ്പറിന്റെ കൂടെ ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ഷുഡ് ബി ആഡഡ്, ഇതിന്റെ കൂടെ കൂട്ടാൻ സാധിക്കുന്ന ഏറ്റവും ലീസ്റ്റ് ആകുന്ന നമ്പർ ആരാണ്?
എന്താ പറഞ്ഞേ? ഏറ്റവും ചെറുതാകുന്ന ആ നമ്പർ ഈ 1456 ആരാണ് വരേണ്ടത്, കൂട്ടേണ്ടത്? സച്ച് ദാറ്റ് നമുക്ക് കൂട്ടി കിട്ടുന്നതാകുന്ന ഒരു ഉത്തരമില്ലേ, ആ ഉത്തരം എന്ന് പറയുന്നത് 6 കൊണ്ടും 5 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകണം, റിമൈൻഡർ ഒന്നും വരാൻ പാടില്ല, അതായത് റിമൈൻഡർ 0 ആകണം എന്ന രീതിയിലേക്ക് മാറണം. ഓക്കെ ആണോ? ഒന്നുകൂടെ, 1456 എന്ന് പറയുന്ന നമ്പറിനോടൊപ്പം ഏത് ചെറിയ സംഖ്യ കൂട്ടുമ്പോഴാണ് 6 കൊണ്ടും 5 കൊണ്ടും 4 കൊണ്ടും ഒരേ സമയം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകുകയും ചെയ്യുന്നതാകുന്ന ഒരു നമ്പർ കിട്ടുന്നത്, ദാറ്റ് ഈസ് റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരുന്നതാകുന്ന ആ ഒരു സംഖ്യ ഏറ്റവും ചെറുതാകുന്ന ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് ഈ 1456 കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്. ഇതാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് LCM കണ്ടുപിടിക്കണം. ആരുടെ? 6, 5, 4 എന്നിങ്ങനെയുള്ള ആളുകളുടെ LCM കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അപ്പോൾ LCM കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ സ്ലാഷ് മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ പറയുന്നതാകുന്ന ഓരോ കാര്യം എന്നോടൊപ്പം ഫോളോ ചെയ്താൽ പെട്ടെന്ന് പഠിക്കാണ്. അവിടെ സ്ലാഷ് മെത്തേഡിനകത്ത് 6, 5, 4 ഇവന്മാരുടെ അല്ലേ LCM വേണ്ടേ? അതിന് ഞാൻ ചെയ്യേണ്ടത് ഇതിനകത്ത് 3 പേരെയും ഒരേ സമയം വെട്ടാൻ ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നാണെങ്കിൽ ഏതെങ്കിലും 2 പേർക്കുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, 2 കൊണ്ട് വെട്ടാം, ഒരേ സമയം 6നെയും 4നെയും വെട്ടാം. 3 പേരെ വെട്ടാൻ ഒരു സംഖ്യയില്ല. വെട്ടുമ്പോൾ 6 എത്ര ആവും? 2 കൊണ്ട് വെട്ടിയാൽ 3 ആകും, 4 എത്ര ആകും? 2 ആകും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നതാകുന്ന സംഖ്യകൾ ഇനി ആരൊക്കെ? ഒരു 3 ഉണ്ട്, ദാണ്ടേ 5 ഉണ്ട്, ദാ ഇനി 2 ഉണ്ട്. ഈ പറയുന്ന 3 പേർക്കും പൊതുവായിട്ട് അല്ലെങ്കിൽ 2 പേർക്ക് പൊതുവായിട്ട് അങ്ങനെ കോമൺ ആകുന്ന ഒരു സംഖ്യ ഇല്ല വെട്ടാൻ. എന്നാണെങ്കിൽ ഇവരെ 3 പേരെയും കൂടെ ഗുണിച്ചു വെക്കുക. 5 ഗുണം 3 15 ഗുണം 2 എത്ര വരും? 30. അതായത് 6, 5, 4 എന്നതാകുന്നതിന്റെ LCM എന്ന് പറയുന്നത് 30 ഗുണം 2 എന്ന് പറയുന്നത് 60. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ സ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? LCM എന്ന് പറയുന്നത് 6, 5, 4 എന്ന് പറയുന്നവന് എന്ത് കിട്ടി? നമുക്ക് 60 കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന 60 ആകുന്ന ആളിന്റെ മൾട്ടിപ്പിൾ ആകുന്ന ആളാകണം നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ ആണോ? 60 ആകുന്ന ആളിന്റെ മൾട്ടിപ്പിൾ ആകുന്ന ആളായിരിക്കും ചോദ്യത്തിന്റെ ആൻസർ. ഈ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകും? ഈ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകും? ഞാൻ പറയുന്ന ചോദ്യം ശ്രദ്ധിക്കണേ. ഈ 60 ആകുന്ന ആളിന്റെ മൾട്ടിപ്പിളായി വരുന്ന ആളിനെയാണ് ചോദ്യത്തിന്റെ ഉത്തരമായി ചോദിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എവിടെ വരും? ക്ലോസർ ടു നമ്മുടെ ക്വസ്റ്റ്യൻ 1, 4, 5, 6 ഇവനോട് അടുത്ത് നിൽക്കുന്ന ക്ലോസർ ടു 1, 4, 5, 6 ആയി നിൽക്കുന്ന മൾട്ടിപ്പിൾ ഓഫ് 60 ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും അതിലേക്ക് എത്താൻ എത്ര ആകുന്ന തുകയാണ് അല്ലെങ്കിൽ എത്രയാകുന്ന വാല്യൂ ആണ് കൂട്ടേണ്ടത്, അതായിരിക്കും ചോദ്യത്തിന്റെ ആൻസർ. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 1, 4, 5, 6 എന്ന് പറയുന്ന സംഖ്യ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക? 60 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തേക്കുക. ചെയ്യുമ്പോൾ ദാണ്ടേ 120. എത്ര തവണയാ മക്കളെ? കോഷ്യന്റ് ശരിക്കും പറഞ്ഞാൽ വേണം. ഓക്കെ ആണോ? ഇനി ദാണ്ടേ ബാലൻസ് എത്ര ഉണ്ട്? 2, 5, 6 എത്ര തവണ അടങ്ങൂടാ? 4 തവണ. എത്രയായി മക്കളെ? 240. റിമൈൻഡർ എത്രയാ വരിക? 16. കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കെ. റിമൈൻഡർ ഇപ്പൊ 16 നിൽക്കുക. നമുക്ക് ഈ റിമൈൻഡർ 0 ആകണം. 0 ആകണമെങ്കിൽ ഒന്നുകിൽ ഈ 16 ഇവിടെ നിന്ന് കുറയ്ക്കണം. 16 കുറച്ചാ വരുന്നത് 1, 4, 5, 6 എന്ന് പറയുന്ന സംഖ്യയേക്കാൾ ചെറുതാകുന്ന ഒരു സംഖ്യയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? കുറച്ചാൽ 1, 4, 5, 6 എന്ന് പറയുന്നത് അതിൽ നിന്ന് 16 ആകുന്ന റിമൈൻഡർ കുറച്ചാൽ 1, 4, 5, 6 പുറകിലുള്ള 60ന്റെ മൾട്ടിപ്പിൾ ആ കിട്ടുന്നത്. ശരിയാണോ? നമുക്ക് വേണ്ടത് കൂട്ടുക എന്ന പ്രക്രിയ, ആഡ് ചെയ്യണം എന്നുള്ള പ്രക്രിയ. അപ്പോ അവിടെ കൂട്ടേണ്ടതാകുന്ന ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ 16 എന്ന് പറയുന്നതിനോടൊപ്പം 60ലേക്ക് എത്താൻ അവിടെ എന്താകുന്ന സംഖ്യയുടെ കുറവുണ്ട്, അതാണ് അവിടെ വേണ്ടത്. ഓക്കെ ആണോ? സോ റിമൈൻഡർ 0 ആയിക്കോളും. 60ന്റെ കൂടെ എത്ര 60 ആകാൻ 16ന്റെ കൂടെ എത്ര കൂട്ടേണ്ട കുറവുണ്ട്? 44ന്റെ കുറവുള്ള. സോ ആൻസർ എന്ന് പറയുന്നത് 44. അതായത് 1, 4, 5, 6നോടൊപ്പം കൂട്ടേണ്ട ആ സംഖ്യ എന്ന് പറയുന്നത് ആരാണ്? 44. ആ ലീസ്റ്റ് സംഖ്യ ആരാണ്? 44. 44ന് മുകളിൽ വേറെ ഒരുപാട് സംഖ്യകളുണ്ട്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും ചെറുതാകുന്ന കൂട്ടണം. ഇവിടെ 16 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനേ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടത് എന്താ? കൂട്ടണം. അതുകൊണ്ട് ആ 44 ആകുന്ന സംഖ്യയുടെ കുറവാണ് 60ലേക്ക് എത്താൻ ആ റിമൈൻഡർ ആകുന്ന 16ലൂടെ നമുക്ക് കാണിക്കപ്പെട്ടത്. ശരിയല്ലേ? അതങ്ങോട്ട് എടുത്ത ചോദ്യത്തിന്റെ ആൻസർ 44. വ്യക്തമാകുന്ന രീതിയിൽ ധാരണയായില്ലേ ആ ചോദ്യം? മക്കളെ നിസ്സാരമാ. ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം. 6, 5, 4 ഇവന്റെ LCMനെ ആദ്യമേ കണ്ടുപിടിക്കണം. 6, 5, 4ന്റെ LCM എന്ന് പറയുന്നത് ഒന്നുകിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് 60 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സ്ലാഷ് മെത്തേഡ് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 1, 4, 5, 6 എന്ന് പറയുന്ന സംഖ്യയെ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ
അപ്പൊ എത്രയായി? താണ്ട 120 വരുന്നുണ്ട്. ബാലൻസ് എത്ര? 256. ഇതിൽ 240 വരുന്നുണ്ട്. ബാലൻസ് എത്ര ഉണ്ട്? 16 വരുന്നുണ്ട്. പണി അറിയാവുന്നതുകൊണ്ട് ഇത്രയും ചെയ്താൽ മതി. ഇത് 44ന്റെ കുറവുണ്ട്. ചോദ്യത്തിന് ആൻസർ 44. ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ ഇവിടെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു സാധനമാണ്. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. ഇവിടെ ചോദ്യത്തിനകത്ത് വരുന്നത് 3/10 എന്ന് പറയുന്ന സംഖ്യയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകുന്ന റിമൈൻഡർ ആണ് വരുന്നത് എന്നാ ചോദിക്കുന്നത്. ഓക്കെ ആണോ? എന്താകുന്ന റിമൈൻഡർ വരുമെന്ന് അറിയാൻ ഞാൻ ഈ പറയുന്ന രീതി വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. മക്കളെ, 3/10 ഡിവൈഡഡ് ബൈ 7 എനിക്ക് എങ്ങനെ എഴുതാം? 3/2 ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഈ 3/10 എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നതെന്നുള്ളതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താടാ? A/m(n) എന്ന് കിടക്കുന്ന ഒരാളിനെ എനിക്ക് എങ്ങനെ എഴുതാം? A/m ദ ഹോൾ റേസ് ടു n എന്ന രീതിയിലേക്ക് എഴുതാം. ഇത് ഏതിന്റെ റൂളാണ് മക്കളെ? ഇത് എക്സ്പോണൻസ് ആകുന്ന റൂളാ. ശരിയല്ലേ? എക്സ്പോണൻസിനകത്ത് വരുന്ന റൂളാ ഇത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എക്സ്പോണൻസിനകത്ത് വരുന്ന റൂള്. ഈ റൂള് പ്രകാരം ഞാൻ എന്ത് ചെയ്തു? 3ന്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 7. ഇനി എന്തിനാ അങ്ങനെ എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതാ ഇപ്പൊ മനസ്സിലാവും. 3ന്റെ സ്ക്വയർ എത്രയാ മക്കളെ? 9. ഇനി എനിക്ക് എന്ത് എഴുതാം? 9/5 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതി കൂടെ എഴുതാം. ശരിയല്ലേ? 3ന്റെ സ്ക്വയർ എത്ര വരുന്നേ? 9. ആ 9 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാമല്ലോ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നതാകുന്ന ചോദ്യം എന്താണ്? റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ചോദ്യത്തിന് റിമൈൻഡർ കണ്ടുപിടിക്കണം എന്നൊരൊറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു റിമൈൻഡർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. എന്താന്ന് ചോദിച്ചാൽ 7 ആകുന്ന സംഖ്യയോട് അടുത്ത് നിൽക്കുന്നതാകുന്ന ഒരു സംഖ്യ എന്ന വണ്ണം ഞാൻ ഈ പറയുന്ന 3നെ, ആ 3ന്റെ പവറുകളുള്ള രൂപത്തിനെ ഞാൻ അങ്ങനെ മാറ്റിയെടുത്തു. ഇപ്പൊ അവിടെ അകത്താരൊക്കെയുള്ള 7ഉം 9ഉം എന്നാ. ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ? 9 ഡിവൈഡഡ് ബൈ 7 അങ്ങ് ചെയ്യണം. അവന്റെ റിമൈൻഡർ എത്രയാ മക്കളെ വരുന്നത്? 2. ശരിയല്ലേ? ഒരു തവണ അടങ്ങും. ബാലൻസ് റിമൈൻഡർ 2 വരും. ഓക്കെ അല്ലേ? 9 - 7 2 വരും. ആ 2 അങ്ങോട്ട് എഴുതുക. 2/5 കണ്ടോ? ഈ 9ന് പകരം എന്ത് ചെയ്യുക? 2 അങ്ങോട്ട് എഴുതുക. 2/5 ഡിവൈഡഡ് ബൈ 7. ഈ തന്നിരിക്കുന്ന ആ ഒരു ആശയം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരിക്കലും ഇവിടെ നമുക്ക് കോഷ്യന്റ് എത്രയാണെന്നല്ല കണ്ടുപിടിക്കുന്നത്, റിമൈൻഡറാ. 3/10 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നതാകുന്ന ആളിന്റെ റിമൈൻഡർ ഏതുപോലെ ഈ 2/5 ഡിവൈഡഡ് ബൈ 7 തരുന്ന റിമൈൻഡർ പോലെ തന്നെയാണ്. രണ്ടുപേർക്കും ഒരേ റിമൈൻഡറാ. ഇവന്റെ അതേ റിമൈൻഡർ തന്നെ വരുന്ന ആളാണ് ഇവന്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 2/5 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ വരുന്നത്? 32. 2നെ 5 തവണ ഗുണിച്ചാൽ 32 ഡിവൈഡഡ് ബൈ 7. ഇനി നോക്കേടാ, അതിന്റെ റിമൈൻഡർ എത്ര വരും? 7ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 28 ഉണ്ടാകും. 28 കഴിച്ച് ബാലൻസ് 4 ആകും അവിടെ റിമൈൻഡർ വരിക. സോ ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത് 4. ഓക്കെ ആണോ? അപ്പൊ കൃത്യമാകുന്ന രീതിയിൽ മനസ്സിലാക്കുക. എന്താ ഇവിടെ ചെയ്തേ? നമ്മൾ ആദ്യം ചെയ്തത് 3/10നെ ഈ ഒരു 3ന്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു 5 എന്ന രീതിയിലേക്ക് മാറ്റി. എന്തിനാ മാറ്റിയേ? 7നോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യ എത്തിക്കുക എന്ന വണ്ണമാണ് മാറ്റിയത്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനകത്ത് ഈ പറയുന്ന 2 സംഖ്യകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഫോർമാറ്റ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് ചോദ്യത്തിൻ്റെതാകുന്ന റിമൈൻഡർ എന്താണോ അത് തന്നെ വരുന്നു ഇവനും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ചെറുതാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡർ ആകുന്ന ആളിലേക്ക് എത്താം. പരിപാടി പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ആണ്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വായു. ഇവിടെ 1739 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ആരെയാ തന്നേക്കുന്നത്? 1739 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ഇവൻ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 11 ആകണമെന്നാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 11 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അതവിടെ എന്താകുന്ന സംഖ്യയെ കൂട്ടണം. നിങ്ങൾ ഇവിടെ 11ന്റെ ഡിവിസിബിലിറ്റി ഒന്നും ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇവനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകുന്ന റിമൈൻഡർ കിട്ടുന്നോ അതിനെ ആ റിമൈൻഡറിനെ 11ലേക്ക് എത്തിക്കാൻ എന്തിന്റെ കുറവുണ്ട് അത് മാത്രം ഇവിടെ ചോദിക്കുന്നു. അത് മാത്രം നമ്മൾ അങ്ങോട്ട് എഴുതിയാൽ മതി. നോക്കേടാ, 11 കൊണ്ട് നമുക്ക് ഇവനെ എല്ലാം അങ്ങ് ഡിവൈഡ് ചെയ്യാം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തവണ അടങ്ങും? ഒരു തവണ. അപ്പൊ 11. കോഷ്യന്റ് എഴുതണ്ട, നമുക്ക് ആ വാല്യൂസ് മാത്രം എഴുതി പോയാൽ മതി. 11 ആണ്. ഇനി പറ, ബാലൻസ് എത്ര വരും? 7 1 പോയാൽ 6, 63. മക്കളെ, ഇതിനകത്ത് ഇനി എന്തോ ഉണ്ടാകും? 5 തവണ അടങ്ങും. അപ്പൊ എത്ര വരിക? 55. മക്കളെ, ഇനി പറഞ്ഞ എത്രന്റെ കുറവുണ്ട്? 63. 8ന്റെ കുറവ് 9 കൂടെ ഉണ്ട് താത്തിറക്കാൻ. 89 വന്നു. എത്ര തവണ അടങ്ങൂടാ? 8 തവണ. 88. ബാലൻസ് എത്ര ഉണ്ട്? 1. ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ 1 ആകുന്ന റിമൈൻഡർ ഇവൻ ആരാടാ? റിമൈൻഡർ ആകുന്ന ആളാ. ഞാൻ ഡിവൈഡഡ് ബൈ 11 ഇങ്ങനെ എഴുതിയില്ലെന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി അങ്ങ് ഡിവൈഡ് ചെയ്ത് പോരാ. എനിക്ക് സമയം കളയാൻ താല്പര്യമില്ല. എനിക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 1 എന്നാ ഇവിടെ കിട്ടിയേക്കുന്നത്. ശരിയല്ലേ? നമുക്ക് എപ്പോഴും അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ? റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയിലേക്ക് എത്തിയാൽ? 11ലേക്ക് എത്തിയാൽ റിമൈൻഡറിനെ എനിക്ക് എന്ത് ചെയ്യാം? 0 എന്ന് വിളിക്കാം.
ശരിയല്ലേ? ഇവിടെ ഈ 1 എന്ന് പറയുന്നവൻ 11ലേക്ക് എത്താൻ ഇനി എന്ത് വേണം? ഒരു 10 കൂടി കൂട്ടേണ്ടി വരും. അതാകും ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മളത് ചെയ്തതാ. അപ്പൊ പിന്നെ ഈ ചോദ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളെ ആയി മാറുന്നില്ല. ശരിയല്ലേ? അടുത്ത ചോദ്യം നോക്കടാ. ഇവൻ ദാണ്ടെ പടാന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. ദാണ്ടെ 1, 2, 5, 4, 2, 1, 6 ഇതാണ് സംഖ്യ. ഈ തന്നിട്ടുള്ള കൂട്ടത്തിൽ ഈ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കൂ. ഓക്കെ ആണോ? കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും 5 വരില്ല. കാര്യം എന്താ? 5ലുള്ള ആളുകൾ അവസാനിക്കുന്നത് 0-ലോ 5-ലോ ആയിരിക്കണം. ശരിയല്ലേ? ഇനി ഈ കൂട്ടത്തിൽ എന്തായാലും ഏതെങ്കിലും ഒരാൾ മാത്രമല്ലേ അവിടെ ഡിവിസിബിൾ ആകത്തുള്ളൂ. ഇനി ഓരോന്ന് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കണം. ആണ്ടേ ആൾട്ടർനേറ്റുകളാകുന്നവന്മാരുടെ ഡിഫറൻസ്, ഓൾട്ടർനേറ്റ് സമ്മുകളുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് 11ന്റെ നോക്കാൻ പറ്റും അല്ലെ? 5 1 6, 6 2 8, 8 6 എത്ര വരും മക്കളെ? 14 വരും. ഇനി അവശേഷിക്കുന്നവന്മാര് 4 2 6, 1 7 വരും. 14 - 7 എന്ന് പറഞ്ഞാൽ ആൻസർ 7 വരുന്നത്. ഒന്നുകിൽ 11 വരണമായിരുന്നു, അല്ലെങ്കിൽ അവിടെ എന്ത് വരണം? മൾട്ടിപ്പിൾ ഓഫ് 11 വരണമായിരുന്നു, അല്ലെങ്കിൽ എന്ത് വരണം? 0 വരണമായിരുന്നു. ഇതൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവൻ 11 കൊണ്ട് പറ്റുന്നവനല്ല. ഇനിയിപ്പോ 16 ഉണ്ട്, 8 ഉണ്ട്. സ്വാഭാവികമായിട്ട് ആരെ ചെക്ക് ചെയ്യുന്ന എളുപ്പം? 8ന്. 8 നോക്കുമ്പോൾ നമുക്ക് എത്ര ഡിജിറ്റ്സ് നോക്കണം? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എത്രയാ മക്കളെ? 216. 8ന്റെ പട്ടിക ചൊല്ലി നോക്കുമ്പോൾ 2 തവണ എത്ര വരും? അപ്പോ 16. 16 കഴിച്ച് എത്രയുണ്ട്? 5. 56 എന്ന് പറയുന്നത് 8 കൊണ്ട് വെട്ടാൻ പറ്റുന്നതല്ലേ? അപ്പൊ 7 8 56. അപ്പൊ ഓൾറെഡി നമുക്ക് കിട്ടുന്നതാകുന്ന സംഖ്യ എന്ന് പറയുന്നത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തരുന്ന ആള് തന്നെയാണ്. അതായത് ഡിവിസിബിൾ ബൈ 8 ആകുന്ന ആളാ. പിന്നെ നോക്കണ്ട, ഡിവിസിബിൾ ബൈ 8 ആകുന്ന ആള് തന്നെയാണ് ചോദ്യത്തിലുള്ളതെന്ന് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ ആണോ മക്കളെ? ഞാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങളിലേക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് ആയി എത്തിച്ചിട്ടുള്ളത്. ഈ 15 ക്വസ്റ്റ്യൻസുകൾക്കും 15 ആകുന്ന കഥകളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവയെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ആകുന്ന ചോദ്യങ്ങളാണ്. ഈ പ്രീവിയസ് ഇയർ ആകുന്ന ചോദ്യത്തിന് കൃത്യമാകുന്ന റിപ്പീറ്റ് വാല്യൂസ് ഉള്ള ചോദ്യങ്ങളാണ് എന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വിലയിരുത്തി പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആകുന്ന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാകും, അതിനകത്തൂടെ ചോദിക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ താഴെ ഒരു കമന്റ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.